വിധാനത്തിന്റെ മുഴക്കങ്ങൾ എന്നിവ അവന് ഗ്രഹിക്കാനാകുമോ? അവിടുന്ന് അതിന്മേൽ തന്റെ മിന്നൽ വ്യാപിപ്പിക്കുന്നു, സമുദ്രമൂലങ്ങൾ അവിടുന്ന് മറയ്ക്കുന്നു. എന്തെന്നാൽ ഇവ വഴി അവിടുന്ന് ജനങ്ങളെ വിധിക്കുന്നു, സമൃദ്ധമായി ആഹാരം നൽകുന്നു. അവിടുന്ന് മിന്നൽ കൊണ്ട് തന്റെ ഉള്ളം കൈകൾ പൊതിയുന്നു, പ്രഹര ലക്ഷ്യത്തിൽ അതിനെ നിയോഗിക്കുകയും ചെയ്യുന്നു. അതിന്റെ മുഴക്കം അവിടുത്തെക്കുറിച്ച്, അകൃത്യങ്ങൾക്കെതിരെ രോഷം പൂണ്ടവനെ കുറിച്ച് പ്രഖ്യാപിക്കുന്നു. സുഭാഷിതങ്ങൾ അധ്യായം 4 വാക്യങ്ങൾ 10 മുതൽ 19 വരെ. എന്റെ മകനെ കേൾക്കുക, എന്റെ വാക്കുകൾ സ്വീകരിക്കുക, അപ്പോൾ നിനക്ക് ജീവിത സംവത്സരങ്ങൾ വർദ്ധിക്കും. ജ്ഞാനത്തിന്റെ വഴിയിൽ ഞാൻ നിന്നെ അഭ്യസിപ്പിച്ചു, സത്യസന്ധതയുടെ പന്ഥാവുകളിൽ നിന്നെ വഴി നടത്തി. നീ നടക്കുമ്പോൾ നിന്റെ കാലടി ഇടറുകയില്ല, ഓടുകയാണെങ്കിൽ നീ തട്ടി വീഴുകയുമില്ല. ശിക്ഷണത്തിൽ കരുത്താർജിക്കുക, വേണ്ടെന്ന് വെക്കരുത്, അത് കാത്തു സൂക്ഷിക്കുക, എന്തെന്നാൽ അത് നിന്റെ ജീവനാണ്. ദുഷ്ടരുടെ പാതയിൽ പ്രവേശിക്കരുത്, മോശക്കാരുടെ വഴിയിൽ മോദിക്കരുത്. അത് വിട്ടൊഴിയുക, അതിൽ നീ കടക്കരുത്, അതിൽ നിന്ന് അകന്നു മാറി കടന്നു പോവുക. എന്തെന്നാൽ തെറ്റ് ചെയ്യാതെ അവർക്ക് ഉറങ്ങാനാവില്ല. അവർ ഇടർച്ച ഉണ്ടാക്കുന്നില്ലെങ്കിൽ അവരുടെ നിദ്ര അപഹൃതമാകുന്നു. കാരണം അവർ ദുഷ്ടതയുടെ അപ്പം ഭക്ഷിക്കുകയും അക്രമങ്ങളുടെ വീഞ്ഞ് കുടിക്കുകയും ചെയ്യുന്നു. എന്നാൽ നീതിമാന്മാരുടെ പാത പൂർവാന്നത്തിലെ വെയിൽ പോലെയാണ്, പകൽ വെളിച്ചത്തിന്റെ ഉച്ചസ്ഥായി വരെ അത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. ദുഷ്ടരുടെ വഴി സാന്ദ്ര തമസ് പോലെയാണ്, എന്തിലായിരിക്കും തങ്ങൾ തട്ടി വീഴുകയെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, ഈ വചനയാത്രയിലൂടെ കടന്നു വരാൻ നിങ്ങൾ ഓരോരുത്തരും കാണിക്കുന്ന സ്നേഹത്തിനും ആത്മാർത്ഥതയ്ക്കും ഞാൻ ദൈവനാമത്തിൽ നിങ്ങൾക്ക് നന്ദിയും അഭിനന്ദനവും അറിയിക്കുന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങളിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മനോഹരമായ ഒരു ചരിത്രമാണ് ജോസഫിന്റെ ചരിത്രം. നമ്മൾ ഇതുവരെ കണ്ടത് ബെഞ്ചമിനെ വിട്ടയക്കാതെ ഇനി നിങ്ങളെ ഞാൻ കാണുകയില്ല എന്ന് പറഞ്ഞ് ജോസഫ് സഹോദരന്മാരെ മടക്കി അയക്കുന്നതും ബെഞ്ചമിനെ ഈജിപ്തിലേക്ക് വിടാൻ യാക്കോബ് വിസമ്മതിക്കുന്നതുമാണ്. എന്നാൽ ക്ഷാമം വളരെ രൂക്ഷമാവുകയും ഇനി ധാന്യം വാങ്ങാൻ ഈജിപ്തിലേക്ക് പോയില്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും എന്നൊരവസ്ഥയിൽ എത്തുകയും ചെയ്തപ്പോൾ ബെഞ്ചമിനെ കൊണ്ടുപോകാൻ യൂദ പിതാവിനോട് അഭ്യർത്ഥിക്കുകയാണ്, ബെഞ്ചമിനെ വിടാനുള്ള അനുവാദം ചോദിക്കുകയാണ്. ഇവിടെ മുതൽ ശ്രദ്ധേയമായൊരു വ്യത്യാസം കാണാൻ പറ്റും. തൊട്ടു മുമ്പ് ബെഞ്ചമിനെ വിടാൻ അഭ്യർത്ഥിച്ചത് മൂത്ത മകനായ റൂബനായിരുന്നു. എന്നാൽ റൂബന്റെ അഭ്യർത്ഥനകളെ യാക്കോബ് ചെവിക്കൊണ്ടതേയില്ല. ഇനി മുതൽ കാര്യങ്ങളുടെ നേതൃത്വം വഹിക്കുന്നത് 4ാമത്തെ മകനായ യൂദായാണ്. ഈ അധ്യായം മുതൽ യൂദായിൽ ഒരു വ്യത്യാസം നമ്മൾ കണ്ടു തുടങ്ങുകയാണ്. 38ാമത്തെ അധ്യായം വായിച്ച് നമുക്ക് യൂദായെക്കുറിച്ച് വളരെ ബാഡായ ഒരു ഇമേജാണ് നമ്മുടെ മനസ്സിലുള്ളത്. താമാറുമായി ബന്ധപ്പെട്ട വായനകൾ നാം നടത്തിയതാണ്. വളരെ തരംതാണ ഒരവസ്ഥയിലേക്ക് അധപതിച്ചു പോയ ഈ യാക്കോബിന്റെ 4ാമത്തെ മകനെ കുറിച്ച് വായനക്കാർക്ക് അതൃപ്തിയും ഇഷ്ടക്കേടും ഉള്ളപ്പോഴാണ് ഈ അധ്യായം മുതൽ യൂദായിൽ പ്രകടമായൊരു മാറ്റം നാം കണ്ടു തുടങ്ങുന്നത്. യൂദാ പിതാവിനോട് അഭ്യർത്ഥിക്കുകയാണ്, കാര്യകാരണങ്ങൾ നിരത്തി പ്രശ്നത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി ബെഞ്ചമിനെ തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ എന്റെ മക്കളെ കൊന്നുകളഞ്ഞുകൊള്ളുക എന്നും അതിന്റെ കുറ്റം ജീവിതകാലം മുഴുവൻ ഞാൻ ഏറ്റെടുത്തുകൊള്ളാമെന്നും പറഞ്ഞ് ഒടുവിൽ പിതാവിനെ സമ്മതിപ്പിച്ച് യൂദാ സഹോദരന്മാരോടൊപ്പം ഈജിപ്തിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. ഉൽപ്പത്തി 37:25 നാം വായിച്ച 43ാം അധ്യായത്തിലെ 12ാമത്തെ വാക്യവും തമ്മിൽ നേരം കിട്ടുമ്പോൾ വായിച്ചാൽ ഒരു സമാനത കണ്ടെത്താൻ കഴിയും. 37:25 ഇസ്മായേലിയർ ജോസഫിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോയ യാത്രയാണ്. അവിടെ ഈജിപ്തിലേക്ക് അവർ കച്ചവടത്തിന് കൊണ്ടുപോയ ഏതാണ്ട് അതേ സാധനങ്ങൾ തന്നെയാണ്. ബെഞ്ചമിനെയും കൊണ്ട് സഹോദരന്മാർ ഈജിപ്തിലേക്ക് പോകുമ്പോൾ അതുപോലെ ഒരു വാഹനത്തിൽ 43:12 നാം വായിക്കുന്നത് ഏതാണ്ട് അതേ സാധനങ്ങളുമായി ജോസഫിന്റെ അനുജനായ ബെഞ്ചമിനെയും കൊണ്ട് സഹോദരന്മാർ യാത്ര തിരിക്കുന്നു. ഇത്തരം വിശദാംശങ്ങൾ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ യാത്രയിൽ ഭൂതകാലത്തിന്റെ വേദനാജനകമായ ചില ഓർമ്മകളും അതുമായി ബന്ധപ്പെട്ട തേങ്ങലുകളുമുണ്ട്. തങ്ങളിൽ ഒരുവനെ, 11ാമത്തെ മകനെ ഇസ്മായേലിയർക്ക് അടിമയായി വിറ്റതിന്റെ പാപഭാരം സഹോദരന്മാരുടെ മനസ്സിലുണ്ട്. വാണിഭസംഘം കൊണ്ടുപോയ അതേ സാധനങ്ങളുമായി ആ ജോസഫിന്റെ സഹോദരനെ, ഇളയവനായ ബെഞ്ചമിനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ആ യാത്രയിൽ കുറ്റബോധവും ഭാരവും വേദനയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന സങ്കടകരമായ ഓർമ്മകൾ സഹോദരന്മാരുടെ മനസ്സിലുണ്ട്. ഈജിപ്തിലെത്തിക്കഴിയുമ്പോൾ വീണ്ടും ജോസഫ് സഹോദരന്മാരെ പരീക്ഷിക്കുന്നു. ജോസഫിന്റെ വെള്ളിക്കപ്പ് ബെഞ്ചമിന്റെ ചാക്കിൽ കണ്ടെത്തുന്നു. എന്തിനായിരിക്കും ജോസഫ് ഇങ്ങനെ വീണ്ടും ഒരു പരീക്ഷണത്തിന് മുതിരുന്നത് എന്ന ചോദ്യമുണ്ട്. നിർണായകമായ ഒരു വിഷയത്തിൽ ജോസഫിന് ഒരു ഉത്തരം തേടേണ്ടതുണ്ട്. സഹോദരന്മാര് സ്വഭാവത്തിൽ മാറ്റം വന്നവരാണോ? ഇളയവനായ ബെഞ്ചമിനെ അവർ ഒറ്റുകൊടുക്കുമോ?
തങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി തന്റെ അനുജനായ ബെഞ്ചമിനെ ഈജിപ്തിന്റെ അടിമത്തത്തിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് സ്വയരക്ഷയ്ക്കായി സഹോദരന്മാർ പരിശ്രമിക്കുമോ? അതോ ബെഞ്ചമിന് വേണ്ടി അവർ തങ്ങളുടെ ജീവൻ കളയാൻ തയ്യാറാകുമോ? സഹോദരന്മാർക്ക് മാറ്റം വന്നോ? അവർ തന്നെ ഒറ്റിക്കൊടുത്തതുപോലെ, വിറ്റതുപോലെ തങ്ങളുടെ ഏറ്റവും ഇളയ സഹോദരനെ വിൽക്കുമോ? ജോസഫിന് അതാണ് അറിയേണ്ടത്. ഈ ഒരു നാടകം ജോസഫ് കളിക്കുന്നതിന്റെ പിന്നിലുള്ള കാരണം അതാണ്. 44-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിൽ നാം കാണും, നമുക്ക് പരിചയമുണ്ടായിരുന്ന യൂദാ ഇതാ വളരെയധികം മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ വായനയുടെ ഓർമ്മയിൽ ജോസഫിനെ വിറ്റ് 20 വെള്ളിക്കാശ് വാങ്ങാൻ സജസ്റ്റ് ചെയ്തതും തീരുമാനിച്ചതും നടപ്പാക്കിയതും യൂദായായിരുന്നു. അങ്ങനെ ആരെയാണോ തങ്ങൾ 20 വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞത്, ആ സഹോദരന്റെ മുമ്പിൽ വെച്ച് യൂദാ അത് ജോസഫാണെന്നറിയാതെയാണെങ്കിലും ഒരു കുറ്റസമ്മതം നടത്തുകയാണ്. എന്റെ സഹോദരനെ സ്വതന്ത്രനായി പറഞ്ഞുവിടണം. അവന് വേണ്ടി ആജീവനാന്തം ഞാൻ അങ്ങയുടെ അടിമയായി മാറിക്കൊള്ളാം. എന്നെ അടിമയാക്കിക്കൊള്ളുക, എന്റെ സഹോദരനെ വെറുതെ വിടുക. പ്രായശ്ചിത്തം, പാപബോധം, പരിഹാരം, നല്ലതാവാനുള്ള ആഗ്രഹം, സംഭവിച്ച തെറ്റുകളൊക്കെ തിരുത്തി ജീവിക്കാനുള്ള പരിശ്രമം, ഇതെല്ലാം ഈ യൂദായുടെ വാക്കുകളിൽ തെളിഞ്ഞു കാണുമ്പോൾ നമ്മളൊരു കാര്യം അറിയുന്നു. പാപത്തിന്റെ ഏത് പാതാളക്കുഴിയിലേക്ക് അധപ്പതിച്ചു പോയ ആൾക്കും പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത് മടങ്ങി വരാൻ കഴിയും എന്ന ഓർമ്മപ്പെടുത്തൽ. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ യാക്കോബിന്റെ പുത്രന്മാരിൽ നേതൃത്വമെടുക്കുന്നത് യൂദായാണ്. വാഗ്ദത്ത നാട് പിടിച്ചെടുക്കുന്നതിലും പിന്നീട് രാജപരമ്പരകൾ ഉത്ഭവിക്കുന്നതും 33:15 വാഗ്ദാനം ചെയ്ത സ്ത്രീയുടെ സന്തതി ഉത്ഭവിക്കുന്നതുമെല്ലാം യൂദായുടെ പരമ്പരകളിൽ നിന്നാണ്. ഇസ്രായേലിനെ മോചിപ്പിക്കുന്ന വരാനിരിക്കുന്ന രാജാവ് വരാൻ പോകുന്നത് യൂദായുടെ പരമ്പരയിൽ നിന്നാണ്. മടങ്ങി വരുന്നവനെ കിരീടമണിയിച്ച് സിംഹാസനത്തിലിരുത്തുന്ന ഒരു ദൈവത്തെ ബൈബിൾ മാത്രമാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. മടങ്ങി വരുന്നവനെ മഹാരാജാവാക്കുന്ന ദൈവത്തിന്റെ കാരുണ്യം. തെറ്റുകൾ തിരുത്തുക വലിയ അനുഗ്രഹങ്ങളിലേക്കുള്ള ക്ഷണമാണെന്ന് തിരിച്ചറിയാൻ ഈ വായന എന്നെയും നിങ്ങളെയും സഹായിക്കുന്നുണ്ട്. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വചനത്തിനായി നന്ദി. ഇത് വായിക്കാൻ തരുന്ന കൃപകൾക്കായി നന്ദി. ഇത് ഗ്രഹിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കുന്നതിനും നന്ദി. കുറ്റബോധത്തിന്റെയും ഭാരത്തിന്റെയും ഇന്നലകളിൽ നിന്ന് പുണ്യത്തിന്റെയും പരിഹാരത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും നാളുകളിലേക്ക് യാത്ര ചെയ്യാൻ ബൈബിളിലെ ഓരോ കഥാപാത്രവും ഞങ്ങളെ എത്ര ശ്രദ്ധേയമായാണ് മാടി വിളിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് തരുന്ന ഈ വെളിപ്പെടുത്തലുകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വചന ധ്യാനത്തിൽ പങ്കെടുക്കാൻ കഴിയും. നാളെ വീണ്ടും ഈ വചന ശബ്ദത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതുവരെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കർത്താവിനെ പങ്കുവെക്കാനും ഒരു നല്ല ദിവസം ഞാൻ നിങ്ങൾക്ക് നേരുകയാണ്. ഞാൻ ഡാനിയൽ അച്ഛൻ. മഹത്വം ഈശോയ്ക്ക് മാത്രം. ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു.